ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ഐഡിയാസ് ആയിട്ടാണ്. അതുകൂടാതെ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ചെറിയൊരു വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. ഇന്ന് വന്നിട്ടുള്ളത് 3 വെറൈറ്റി ഐഡിയാസ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. ഇതിൻ്റെ അടപ്പ് ഗ്ലാസിൻ്റെ തന്നെ ആയിരുന്നു കേട്ടോ, അത് പൊട്ടിപ്പോയിട്ടോ. ഇനി ഇതിനെ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ ഇത് വെച്ചിട്ട് അടിപൊളി റൈറ്റാട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് എഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ട്രേൻ്റെ ഫുള്ളൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ബോട്ടിൽ ഒട്ടിച്ചെടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഈ ബോട്ടിൽ ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കാനായിട്ട് ഇതാ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഇതിനൊരു പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ കട്ടിങ് ആണെങ്കിലോ വളരെ സിമ്പിളല്ലേ, പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ വേഗം കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുന്നതൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് കാണാം കേട്ടോ. ഒട്ടിക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ആട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. അതാ ഇതേപോലെ കേട്ടോ, ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മളിതാ ഇതിന് പെയിൻറ്റ് കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഞാനിതൊരു സ്പ്രേ പെയിൻ്റാണ് കൊടുക്കുന്നത്, ഗോൾഡൻ കളറാട്ടോ കൊടുക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യുക. ഗോൾഡൻ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ, അതുകൊണ്ട് ഇതാ ഗോൾഡൻ ആണ് കൊടുക്കുന്നത്. പിന്നെ പേൾ മെറ്റാലിക്കിലോ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ സ്പ്രേ പെയിൻ്റ് അടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റൂമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതും രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂമിലൊക്കെ ഭയങ്കര സ്മെല്ലൊക്കെ ആയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അടിച്ച് ഉണക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, അടിപൊളി ലുക്കായിട്ടുണ്ട്. ഇത് ഇതാ നമ്മൾ ഹോളിലൊക്കെ ടേബിളിൽ ഡെക്കറായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ അടിപൊളി ലുക്കല്ലേ. നമ്മൾ മുകളിലൊക്കെ ചില ഡെക്കറേറ്റംസ് കാണുമ്പോൾ വിചാരിക്കില്ലേ എന്തൊരു ഭംഗിയാണെന്ന്. അതേ ഒരു ലുക്കില്ലേ. എഗ് ട്രേ ആണെന്നോ ബോട്ടിലാണെന്നോ ഒന്നും പറയില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാം. അടുത്തത് ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് പിക്കിളിൻ്റെ കൂടെ വരുന്നിട്ടുള്ള ആ ബോക്സാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. മുകളിൽ നിന്ന് കുറച്ചൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ലെങ്ത്തിലാട്ടോ വേണ്ടത്. എന്നിട്ട് ഇത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോം ഷീറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ എന്താ ഫോം ഷീറ്റ് ഇതിന് ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതിൻ്റെ താഴെ ഭാഗവും ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. ഉൾഭാഗം വേണമെങ്കിൽ കവർ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഉൾഭാഗം കവർ ചെയ്യുന്നില്ല, പുറമേ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ അതും കവർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കളർ എടുക്കുന്നതൊക്കെ നമുക്ക് ഏതാണോ ഇഷ്ടം അതിനെടുക്കാം കേട്ടോ. ആ കളർ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ റെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ വരുന്നതുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തൊരു പീസ് വെച്ചിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് ഹാങ്ങിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോം ഷീറ്റ് തന്നെ ഒരു പീസ് എടുക്കുന്നുണ്ട്. അത് ഞാൻ വൈറ്റ് കളറാണ് എടുക്കുന്നത്. വൈറ്റ് കളറിന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് എത്രയാണോ വേണ്ടത് അതിനാവശ്യമുള്ളത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. അത് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് സിമ്പിളായിട്ട് തന്നെ ഇങ്ങനൊരു പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. ഈ വൈറ്റിൻ്റെ മുകളിൽ ഒന്നുകൂടി അട്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ആ റെഡ് ഫോം ഷീറ്റിൽ നിന്ന് ക്രോസ് ആയിട്ട് ചെറിയ പീസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അടിപൊളി ലുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്ലവേഴ്സോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഫോം ഷീറ്റിൽ എൻ്റെ കയ്യിലുള്ള ഒരു ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഇതിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കാണാൻ നല്ല ലുക്കാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പുറമേ ഫ്ലവേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒട്ടിച്ച് കാണിച്ചെന്നുള്ളേ. ഇനി നിങ്ങളിതിൽ ഫ്ലവേഴ്സ് ഒന്നും അല്ല സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പുറമേ ഫ്ലവേഴ്സൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിതാ ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അത് കണ്ടില്ലേ, നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹാങ്ങിങ് കണ്ടില്ലേ, കുറച്ച് ഡിസൈനായിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളി ലുക്കല്ലേ. ഈ ഒരു ബോക്സ് വെച്ചിട്ടും നമുക്ക് ഇത്രയും വെറൈറ്റി ആണെന്ന് സ്വപ്നത്തെ പോലെ ചിന്തിച്ചിട്ടുണ്ടാവോ? ഇല്ലല്ലോ. അപ്പം എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബോക്സൊക്കെ ഇതേപോലത്തെ കാലി ബോക്സൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഏത് തരം ബോക്സ് ആയാലും നമുക്കിതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയാണ്. നമുക്കിത് വോൾ ഹാങ്ങിങ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ ഡെക്കറായിട്ടും യൂസ് ചെയ്യാം, ഹാങ്ങിങ് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ അടുത്തൊരു ഐഡിയയും കൂടി കാണാം.
അടുത്തത് കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യുന്നതൊക്കെ എപ്പോഴും കാണിക്കുന്നത്, അതുകൊണ്ടാട്ടോ അതൊന്നും കാണിക്കാഞ്ഞത്. ഇനി ഇതിൻ്റെ മിഡിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വരുന്നൊരു ആ ഒരു തൊലി ഉണ്ടല്ലോ, അതിങ്ങനെ പറിച്ചെടുത്താൽ ഈ ഒരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം പറിച്ചെടുക്കുക. ഇതേപോലെ മറ്റേ പീസിലും ചെയ്തെടുക്കണേ. 2 പീസും ഇതേപോലെ തന്നെ ആട്ടോ വേണ്ടത്. അപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊക്കെ ഒന്ന് പെയിൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്പ്രേ പെയിൻറ്റ് തന്നെ ആട്ടോ കൊടുക്കുന്നത്. ഗോൾഡൻ കളർ തന്നെയാണ് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഗോൾഡൻ കളർ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിലും ഞാൻ സ്പ്രേ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇത് സ്പ്രേ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നല്ല ലുക്കായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനി വൂളൻ ത്രെഡില്ലേ, വൂളൻ ത്രെഡ് ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഹാങ്ങിങ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രൗണും ബ്ലാക്കും എടുക്കുന്നുണ്ട്. ഒന്നിൽ ബ്രൗണും ഒന്നിൽ ബ്ലാക്കും ആട്ടോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബ്രൗൺ എടുത്തിട്ട് താഴേക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ അടുത്തതിൽ ബ്ലാക്കും പിന്നെ 2 കളറാണ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മോള് പറയുന്നുണ്ട് പിങ്കും കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാൻ ബ്ലാക്കും പിങ്കും കൂടി ഉൾപ്പെടുത്തിയിട്ടാട്ടോ അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ ലുക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളല്ലേ. അപ്പോൾ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടില്ലേ. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ 2 കളറും മിക്സ് ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട്, ഒറ്റ കളറായിട്ടും ചെയ്തിട്ടുണ്ട്. ഇത് മുകളിൽ സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, വീട്ടിൽ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ ഇത്രയും അടിപൊളിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെന്താ, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടില്ലേ. ഇനി ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് നമ്മുടെ അടുത്ത് തന്നെ ബുർജുമാനുണ്ട് കേട്ടോ. അപ്പം അവിടെ പോയപ്പോൾ കുറച്ചൊരു വിശേഷങ്ങളാണ്. അവിടെയുള്ള കാരി ഫുഡ്, അതിൻ്റെ ഉള്ളിൽ ഒരു കാരി ഫോറുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അതൊന്ന് ഉൾപ്പെടുത്തിയതാട്ടോ. പിന്നെ പുറത്ത് പോകുമ്പോഴുള്ള വ്ളോഗ് എടുക്കുമോ, അതേപോലെ കുക്കിംഗ് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചവർക്കുള്ളതാണ്. ഇത് ഞങ്ങൾ അടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ച് നടന്ന് അങ്ങ് പോകാനേ ഉള്ളേ. അടുത്ത് തന്നെയാണ്, ചെറിയൊരു മാളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള കാരിഫോറിലാട്ടോ ചെയ്തുള്ളത്. പിന്നെ വ്ളോഗും കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൻ്റെ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റേക്കായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി കേട്ടോ. അതാണ് ഞാനിപ്പോൾ ക്രിസ്മസ് അല്ലേ വരുന്നത്, അപ്പം അത് ഉൾപ്പെടുത്തിയെന്നുള്ളത്. ഇതിന് ലാസ്റ്റിലേക്ക് അതേപോലെ അവിടെ ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ. അതും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഈ ഡിസംബറിലെ സമയത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റിങ്സൊക്കെ അവർ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കൊറോണ വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാറില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഇതാ ബാക്കി നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അത്ര പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വ്ളോഗും കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ ഓരോ വീഡിയോ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റിലേക്കായിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അതിന് ഞാൻ റിപ്ലൈ തരാം. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.